അത്യാവശ്യം മഴ സമയമാകുമ്പോഴേ നല്ല രീതിയിൽ കൊതുകൊക്കെ വരും. അന്നേരത്തേക്ക് നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പുക കൊണ്ട് കൊതുകൊന്നും അടുക്കായിരിക്കും, പിന്നെ നല്ല മണമായിരിക്കും കേട്ടോ. സംഭവം കണ്ടോ തിളയ്ക്കുന്നുണ്ടോ അതിനകത്ത്, സംഭവം ഒഴിക്കുന്നുണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ അങ്ങോട്ടൊന്ന് ഒഴുകി പോകണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബാബു. ഇന്നലെ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ. ഞാൻ ഒരു 4 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. 4 വർഷം മുമ്പാണ്. കാരണം ഇതിപ്പോൾ ഒന്ന് ഇളക്കി പണിയുക എന്ന് പറഞ്ഞാൽ ഇളക്കിയിട്ട് റീസെറ്റ് ചെയ്ത് കാണിക്കുക എന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം ഇളക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മനസ്സിലായില്ല ഇതൊരു പുകത്തുപ്പുന്ന മിഷനാണ്. അത് നല്ല രീതിയിൽ പുക വരും. അത് നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വീട്ടിലൊക്കെ അത്യാവശ്യം മഴ സമയമാകുമ്പോഴേ നല്ല രീതിയിൽ കൊതുകൊക്കെ വരും. അന്നേരത്തേക്ക് നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പുക കൊണ്ട് കൊതുകുകളൊന്നും അടുക്കായിരിക്കും, പിന്നെ നല്ല മണമായിരിക്കും കേട്ടോ. അതിന് മണം വരാൻ വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുന്തിരിക്കോ അല്ലെങ്കിൽ കുമിച്ചാൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ വിവരിച്ച് പറഞ്ഞുതരാം. നിർമ്മിക്കാൻ ആദ്യം എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിനൊരു പൈപ്പാണ് കേട്ടോ. ഇതൊരു റൗണ്ട് പൈപ്പ്, PVC പൈപ്പാണ്. ഒരു 5 ഇഞ്ച് വ്യാസം വരുന്നൊരു PVC പൈപ്പാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഒരു ACP അല്ലെങ്കിൽ മൾട്ടിവുഡ് പല ഏതെങ്കിലും ഷീറ്റ് കിട്ടും. അത് വെച്ചാണ് ഞാൻ അടി മറച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിലവിൽ മറച്ചിരിക്കുന്നത് പറഞ്ഞാൽ മൾട്ടിവുഡ് എന്നൊരു സാധനം വെച്ചാണ് കേട്ടോ. മൾട്ടിവുഡ് ഇതിന് താഴെ വെച്ചേക്കുവാണ്. കനം കുറഞ്ഞ മൾട്ടിവുഡ് കേട്ടോ. പക്ഷേ ഈ മൾട്ടിവുഡ് ഇവിടെ ചൂടാണ് കേട്ടോ വരുന്നത്. ഇവിടെ വെക്കാൻ പാടില്ല. മൾട്ടിവുഡ് ആകുമ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉള്ളൂ. ഇതൊരു ഡിജിറ്റൽ കൺട്രോളറാണ് അടുത്ത് വെച്ചേക്കുന്നത്. ഇത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് ഇടുന്ന കുമിച്ചാനോ കുന്തിരിക്കോ ആയാലും ആവശ്യമുള്ള ചൂട് ആയിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പുകയാവാനുള്ള ചൂടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകാൻ വെച്ചേക്കുന്ന ഒരു ഡിജിറ്റൽ കൺട്രോളാണ് കേട്ടോ. അത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് കൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് വെള്ളം മാറിപ്പോയിരിക്കാം. കാരണം ആവശ്യമുള്ള ചൂടാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ ചൂട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അതിന് വേണ്ടിയാണ് ഇത് കൺട്രോളർ വെച്ചേക്കുന്നത്. പിന്നെ ഈ മുകളിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഹീറ്റർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി പ്രായമുള്ളൊരു അയൺ ബോക്സ് ആയിരുന്നു. പഴയ അയൺ ബോക്സ് അറിയാല്ലേ, എന്നെക്കാട്ടി പ്രായമുള്ള സംഭവമാണ്. അത് ഞങ്ങളെ വീട്ടിൽ കിടന്നതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും അടിയിലത്തെ ആ ഒരു ഹീറ്റിംഗ് കോയിൽ വരുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണ് ഈ കാണുന്നത്. സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ബാക്കിയുള്ള സൈഡെല്ലാം നമ്മൾ അറിയാലോ, അയൺ ബോക്സിൻ്റെ സൈഡൊക്കെ അറിയാലോ, ഒരു ലൗച്ചിനം പോലെയൊക്കെ ഇരിക്കുവാണ്. അത് നമ്മൾ കട്ട് ലെവലാക്കി കട്ട് സ്ക്വയർ ആക്കി എടുത്തു. ആൻഡ് ഹീറ്ററിനൊന്നും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സൈഡിൽ ഒരു അലൂമിനിയം പീസ് വെച്ച് ഗാർഡ് പണിഞ്ഞു. അലൂമിനിയത്തിൻ്റെ വാളാങ്കൽ എന്ന് പറയും, ഫുഡ് ടാങ്കൽ എന്ന് പറയും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നൊരു സംഭവമാണ്. ഇത് ഇതിൽ വെച്ചിട്ട് ഞാൻ 4 സ്ക്രൂ, ഏറ്റവും ചെറിയ സ്ക്രൂ ആണ്, ആ സ്ക്രൂ വെച്ച് ഈ പറയുന്ന ഹീറ്റർ എന്ന് വെച്ചാൽ ആ പാനലിൻ്റെ മേളിൽ സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം. കാരണം നമ്മൾ ഇടുന്ന കുന്തിരിക്കാനായാലും കുമിച്ചാനായാലും ഉരുകി ഒലിച്ച് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പുകഞ്ഞ് തീരാൻ വേണ്ടിയാണ് ഈ സംഭവം വെച്ചിരിക്കുന്നത്. അധികമായാലും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതി നമ്മൾ വെള്ളം തിളയ്ക്കുന്ന കണക്ക് ചൂടായി ഹീറ്റായിട്ട് തിളച്ച് മറിഞ്ഞ് പുറത്തോട്ട് പോകും. അത് കുറച്ച് ഇടുക. പിന്നെ ഈ ഹീറ്ററിന് ഉദ്ദേശിക്കുന്ന ഈ പാനൽ ചൂടാകുമ്പോൾ ഈ പൈപ്പിലോ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉരുകി പോകാൻ ചാൻസുകൾ ആയിരിക്കും. ഞാൻ അതിന് വേണ്ടി ഇതിനകത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിനകത്തോട്ട് ഞാൻ തടിയാണ് വെച്ചേക്കുന്നത്. തടി വെച്ചതിന് ശേഷം അതിനകത്തോട്ടാണ് സ്ക്രൂ ചെയ്ത്, തടി ഈ പൈപ്പിനകത്ത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. ആ സ്ക്രൂ ചെയ്ത് വെച്ച തടിക്കകത്താണ് ഞാൻ ഇപ്പോൾ ഈ ഹീറ്റർ വെച്ചേക്കുന്നത്. ഹീറ്റർ എന്ന് പറഞ്ഞാൽ ചൂടായ പൈപ്പിന് ഈ പറയുന്ന PVCക്കൊന്നും പറ്റത്തില്ല. ഈ തടിയിലായതുകൊണ്ട് ചൂട് കടന്ന് പുറത്തോട്ട് പോത്തുമില്ല. പിന്നെ എൻ്റെ കൺട്രോളറും കാര്യത്തിനകത്തൂടെ ഈ 2 വയറാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കണം. നെഗറ്റീവും പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റർ വർക്കാവും. പിന്നെ ആ ചൂട് കൂടുമ്പോൾ കൺട്രോൾ ആക്കാൻ വേണ്ടി ഇതിനൊരു കൺട്രോൾ പാനലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൺട്രോളിൻ്റെ ചെറിയൊരു സെൻസറുണ്ട്, അതൊരു വയറാണ്. ആ വയർ ഈ പാനലിൻ്റെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ ഹീറ്റർ പാനലിൻ്റെ തൊട്ട് താഴെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ള ചൂടാകുമ്പോൾ അത് സെൻസ് ചെയ്ത് ഇതിനകത്തോട്ട് കറണ്ട് ചെല്ലുന്നത് തടസ്സപ്പെടുത്തും, എന്ന് വെച്ചാൽ കട്ട് ഓഫ് ആക്കും. അതാണ് എൻ്റെ ധർമ്മം. നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഓണായത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് സംഭവം ഇപ്പോൾ ഡിജിറ്റൽ ഓണായുണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ആവശ്യമായി ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളെ ഓർമ്മയിൽ എത്ര സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് ഓഫ് ആകുന്നുണ്ട്. ഇപ്പോൾ ഹീറ്റ് ആയി തുടങ്ങിയുണ്ടോ, അത് പുക വരുന്നുണ്ടോ, ചെറിയ പുക വരുന്ന കാണാം. നമ്മൾ പുക വന്ന് തുടങ്ങി. ഇത് കുമിച്ചാൻ എന്നുള്ള സാധനമുണ്ട്. കുമിച്ചാൻ ഇത് ഞാൻ കഴിഞ്ഞ 3 ട്രിപ്പ് പോയപ്പം അന്ന് കുറേ മേടിച്ചായിരുന്നു സംഭവം. ഇവിടെ വിലക്കുറവാണ്, ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. അവിടെ അങ്ങോട്ട് കിലോയ്ക്ക് തന്നെ 100-150 രൂപ കണ്ടുള്ളായിരുന്നു. അന്ന് ഞാൻ കുറച്ച് മേടിച്ച് വെച്ചിരുന്നതാണ്. അതാണ് സംഭവം.
ഇതൊരു കറയാണ്, ഇത് മരത്തിൻ്റെ കറയാണ് അത് സംഭവം. അല്ല ഇതാണ് സംഭവം ഐറ്റം. ഇതൊരു മരത്തിൻ്റെ കറയാണ്. ഒരുപാടുണ്ട്, കുറച്ചിട്ടാൽ മതി, ഇത്രയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം ഒരു ദിവസത്തേക്ക് ഇത്രയും മതിയാവും. പിന്നെ കുന്തിരിക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ കിണറൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഐറ്റമാണ് കുന്തിരിക്കുക എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ഇത് കുമിച്ചാൻ ഞാൻ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഞാൻ ഇടാൻ പോവുകയാണ്. സംഭവം ഇട്ടു. സംഭവം ഇങ്ങനെ കുറേച്ചിരുന്ന് പൊതിഞ്ഞിരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് കട്ട് ഓഫ് ആകും കേട്ടോ. ഈ ഹീറ്റർ കട്ട് ഓഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കറണ്ട് ആവത്തില്ല കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. സംഭവം കണ്ടോ തിളയ്ക്കുന്നുണ്ടോ അതിനകത്ത്? ആ ഹീറ്റായിട്ട് ആ കുമിച്ചാൻ തിളച്ചിങ്ങനെ അങ്ങനെ പൊങ്ങുന്നുണ്ടോ സംഭവം? കുറച്ച് കൂടിപ്പോയിട്ട് ഞാൻ ഇട്ടതേ. ഫ്രണ്ട്സ് സംഭവം കണ്ടോ? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും? സംഭവം ഉണ്ടോ? ഇപ്പം കട്ട് ഓഫ് ആയിരിക്കുവാണ്, കാരണം ഇപ്പം പുക കുറവല്ലേ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പുക കൂടുവങ്ങ്. കാരണം ആവശ്യമുള്ള ചൂട് ഹീറ്റായതിനു ശേഷം നമ്മൾ ഈ കുന്തിരിക്കം അല്ലെങ്കിൽ കുന്തിരിക്കായാലും കുമിച്ചാനായാലും ആ പുകയാനുള്ള ഒരു ചൂടായതിനു ശേഷം ഓഫായി കുറച്ച് നേരം ഇതിങ്ങനെ പുകഞ്ഞ് അതിൻ്റെ പവർ കുറയും. ഇപ്പോൾ ഇത് ഓണായി കേട്ടോ. ഓണായപ്പോഴത്തേക്ക് പുക കൂടുന്നുണ്ടോ സംഭവം? ഇത് പുകഞ്ഞ് ഇരിക്കും സംഭവമാണ്. കാരണം വൈകുന്നേരം ഒരു 6 മണിക്ക് ഓൺ ചെയ്തിട്ടാൽ ഒരു 6:50 കട്ട് ഓഫ് ആവും. പിന്നെ ഇത് ഓണാവുന്ന ഒരു 5, 6, 8 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഓണാവും. ഓണായി തന്നെ അപ്പോഴത് കട്ട് ഓഫ് ആവും. ഇതിപ്പം പുകയെന്ന് പറഞ്ഞാൽ ഹീറ്റർ ഓഫായി, കട്ട് ഓഫ് ആയതിനു ശേഷം ചൂട് കുറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓണായി വരുവാണ് കേട്ടോ. ഓണായപ്പോഴത്തേക്ക് പതുക്കെ പുകഞ്ഞ് വരുവാണ്. അന്നതൊക്കെ ചെയ്യാൻ നേരത്തെ നിങ്ങളെ വീട്ടിൽ അച്ഛനൊക്കെ പറയും നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറയും. ഇപ്പം ഇത് വെച്ചാൽ പോയിക്കണം സ്ഥിരമായിട്ട്. അതിന് കറണ്ട് ബില്ലിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അതിന് വേണ്ടി കറണ്ട് ബില്ലൊന്നും പറ്റില്ല. നമ്മളൊരു മണിക്കൂറൊക്കെ നിന്ന് തേക്കത്തില്ലേ, ആ സ്ഥാനത്ത് ഒരു 15 മിനിറ്റ് ഇത് ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടോ. 15 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇതിപ്പം തന്നെ ഇപ്പോൾ ഓണായി, ഇപ്പോൾ 1, 2, 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓഫാവും. ഇപ്പോൾ സംഭവം ഓഫായി കേട്ടോ. ഇത്രയും പോയെന്നുള്ളൂ. ഇപ്പം ഓഫായിരിക്കുവാണ്. 94 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓഫായിരിക്കുവാണ്. ഇതിപ്പോൾ ചൂട് കഴിയുമ്പോഴത്തേക്ക് ഈ പുക പിന്നെയും കുറഞ്ഞ് പിന്നെ ഓണായി വരും. കുറച്ച് നേരം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പം നിലവിൽ നമ്മൾ ഇട്ട കുന്തിരിക്കാം അല്ലെങ്കിൽ കുമിച്ചാനായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം ഉരുകി അങ്ങ് ഇല്ലാതാകും. ഇപ്പം സംഭവം അതിനകത്തില്ല, തീർന്നിരിക്കുകയാണ് കേട്ടോ സംഭവം. ഞാൻ കുറച്ചും കൂടി ഇട്ട് നോക്കാം. ഇപ്പം പുക കുറവാണ്, കാരണം സംഭവം കട്ട് ഓഫ് ആയിരിക്കുവാണ്. പക്ഷേ ഇതിനകത്ത് ചൂടുണ്ട്. പക്ഷേ ചൂടനുസരിച്ചുള്ള കുമിച്ചാൽ അല്ലെങ്കിൽ കുന്തിരിക്ക ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് പുക വരാത്ത. ഞാൻ ഇപ്പോൾ ഇടാൻ പോവുകയാണ് അടുത്ത സംഭവം. ഇട്ടു. കുറേശ്ശെ മാത്രമേ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. ആദ്യം ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പുക വരും. ആദ്യം ഫസ്റ്റ് ടൈം ഓൺ ചെയ്യുമ്പം, പിന്നെ അത് പതുക്കെ കൊണ്ട് ചൂട് കുറഞ്ഞ് കൺട്രോളായി, ഈ സെൻസറിൻ്റെ കൺട്രോളായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പതുക്കെ ഓണാവും, പിന്നെ ഓഫാവും. ആ രീതിയാണ് നിൽക്കുന്നത്. സംഭവം ഒഴിക്കുന്നുണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം അങ്ങോട്ടും ഒഴുകിപ്പോകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും കേട്ടോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത്. പിന്നെ കമൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.